ഹലോ കൂട്ടുകാരെ, ഇത് കുട്ടനാടാണ്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. പഴയ വെള്ളപ്പൊക്കമാണ്. നമ്മുടെ മങ്കമ്പ് പാലമാണ് ഈ കാണുന്നത്. അവിടുന്ന് തടികളൊക്കെ ഇഷ്ടം പോലെ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുളകളെ, കുപ്പികളെ, പ്ലാസ്റ്റിക് കുപ്പികളെ, പിന്നെ ഹെൽമെറ്റ്, അതുപോലെ ഒഴുക്കാണ് അവിടെ. നമ്മൾ ജനിച്ചു വളർന്ന നാടായി ആണ്. അവിടെ നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റിയ അവസ്ഥയാണ്. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കുടിവെള്ളം കിട്ടത്തില്ല. നമുക്ക് തുണി അലക്കിയിടാൻ സൗകര്യമില്ല. അത് കലങ്ങി മറിഞ്ഞ വെള്ളമാണ് വരുന്നത്. അതുപോലെ കുത്തനെയുള്ള ഒഴുക്കാണ് കാണുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. പാലങ്ങളും അന്ന് പാലമൊന്നും ഇല്ല. ഇന്നാണ് നമുക്ക് ആ പാലമായത്. അന്നൊക്കെ ചെറിയൊരു കടത്തായിരുന്നു. അതിലെ കടത്ത് വഴി കടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പാലമായി. എന്നാൽ പാലമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലെ ഇപ്പോൾ ഒഴുക്കാണ്. ഈ വെള്ളപ്പൊക്ക സമയമാകുമ്പോൾ ഒരു വീടുകളിലും ഒരു വണ്ടിയും ഇടാൻ, ഒരു സ്കൂട്ടറോ ഒരു കാറോ ഒന്നും ഇടാനൊക്കത്തില്ല. കാരണം അതുപോലെ വീടും മുറ്റമെല്ലാം വെള്ളമാണ്. നമ്മൾ ബസ്സാണേലും പോകുന്ന ബസ്, അത് മങ്കമ്പ് പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ബസ്സാണ് പോകുന്നത്. പക്ഷേ താഴോട്ട് പാലത്തിൽ റോഡിലെങ്ങും വെള്ളമായിട്ടില്ല. പക്ഷേ എല്ലാ വീടുകളിലും പറമ്പുകളിലും ഒക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒഴുക്കിൻ്റെ സമയം ആകുമ്പോഴാണ് കിഴക്ക് പെയ്യുന്ന മഴവെള്ളം മൊത്തമേ പടിഞ്ഞാറാണ് കൊള്ളുന്നത്. ഇപ്പം ആ സമയം കൊണ്ട് കടലിളകുന്നതിനൊക്കെയാണ് ഓളം തല്ലുന്നത്. അതുപോലെ തന്നെ കലങ്ങി മറിഞ്ഞ വെള്ളം വരുന്നത്. നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല. പിന്നെ വണ്ടിയിലൊക്കെ കൊണ്ട് വെള്ളം തന്നാലേ നമുക്ക് കുടിക്കാനൊക്കത്തുള്ളൂ. കിഴക്കൻ വെള്ളം വരുന്നതാണ് ആ ഒഴുകി വരുന്നത്. അത് വലിയ തടികളുമുണ്ട്, മുളകളാണ് വരുന്നത്. അത് കെട്ട് കണക്കാണ് മുളകൾ വരുന്നത്. അത് എങ്ങനെയാണ് അത് അടിഞ്ഞ് തിങ്ങിയ മുളക് വരുന്നത്. അത് കിഴക്കൻ വെള്ളം വരുമ്പോഴേ നമുക്കിവിടെ അറിയാം. ആദ്യം കലക്കം വെള്ളമാണ് വരുന്നത്. പിന്നെ വരുന്ന കുറേ കഴിയുമ്പോൾ പോളകൾ വരും. അത് കഴിഞ്ഞ് പുറയാണ് ഈ മുളയൊക്കെ വരുന്നത്. മുളയൊക്കെ അവിടെ കൊണ്ടങ്ങ് തിങ്ങുകയാണ് മുള കൊണ്ട്. എന്നാൽ അതുപോലെ തന്നെ മനുഷ്യരൊക്കെ വിറകെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും എടുക്കും. പക്ഷെ അത് ഈ ഒഴുക്ക് കാരണം ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഞങ്ങൾ ആ റോഡിൽ കൂടെ ഒക്കെ നീന്തിയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. ആ സമയമൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായ സമയങ്ങളാണ്. ഇന്നിപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പാടെന്ന് പറയാനില്ല. എങ്കിലും വെള്ളം പൊങ്ങിപ്പോയെങ്കിൽ നമ്മുടെ വീടുകളെല്ലാം വെള്ളം കയറും. അതിനുള്ള ഒരു സംരക്ഷണം അവിടെ ഇതുവരെയും കുട്ടനാട്ടിൽ വന്നിട്ടില്ല. എന്നാൽ ഈ സ്കൂൾ ഒക്കെ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. സ്കൂളൊക്കെ അന്നത്തെ കണക്ക് തന്നെയാണ്. ഇന്നും ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം പൊങ്ങുമെന്ന് പറയുമ്പം അപ്പോഴേ പിന്നെ എല്ലാവരും ഞങ്ങളെല്ലാം ക്യാമ്പിലൊക്കെ, അന്ന് കുട്ടിക്കാലത്ത് എല്ലാവരും ക്യാമ്പിൽ പോകുമായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ഞാൻ ഈ കഴിഞ്ഞ വലിയ വെള്ളപ്പൊക്കത്തിന് ഞാൻ പോയപ്പോഴാണ് ഇങ്ങനെ ക്യാമ്പിൽ പോയതും ഒക്കെ ഞാൻ കണ്ടേച്ച് വന്നത്. അതുപോലെ തന്നെ ഈ കിഴക്കൻ സമയത്താണ് പോള കൊണ്ട് നിറഞ്ഞ തോടിലും എല്ലാം പോളയാണ്, ഭയങ്കര പോളയാണ്. കട്ടപ്പോള അതുപോലെ തിങ്ങി പോളമുണ്ട്. പക്ഷേ അവരിനി എങ്ങനെ അത് വാരി തീർക്കത്തേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോള തിങ്ങിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ നിർത്തി വാരി എടുക്കുകയാണ്. എന്നാൽ അതുപോലെ പാടങ്ങളും വരമ്പുകളും എല്ലാം മുങ്ങി റോഡ്